യെസ്, ഞാൻ കൂടുതൽ വളച്ചുകെട്ടലൊന്നും ഇല്ലാണ്ട് കാര്യം നേരെ അങ്ങോട്ട് പറയാൻ പോവാണ്. അതായത് നമ്മുടെ അരിത്മാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 2 എക്സാം ക്വസ്റ്റ്യൻ ആണ് ഞാൻ അങ്ങോട്ട് തരാൻ പോകുന്നത്. നമ്മളുടെ ഓൺ എക്സാം ആയിക്കോട്ടെ, മിഡ് ടേം എക്സാം ആയിക്കോട്ടെ, രണ്ടിലും ഷുവർ ആയിട്ട് 100% ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ വെറുതെ മിസ് ചെയ്യേണ്ട, ലാസ്റ്റ് വരെ കണ്ടോ. നിങ്ങൾ വെറുതെ ഫസ്റ്റ് ചാപ്റ്റർ ഇരുന്ന് 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്ന് വായിച്ചിട്ട് കിട്ടുന്നേക്കാളും എത്ര സുഖമാണടാ. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് 2 ക്വസ്റ്റ്യൻസ്, ഒന്നല്ല 2 ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ പോകുന്നത്. യെസ്, അവന്മാരിതാ ഇവന്മാരാണടാ. യെസ്, നമ്മളുടെ അരിത്മാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്താണ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു ടേമിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ കൂട്ടി 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 വരുന്നതാണ്. അതായത് 2ൽ നിന്ന് തുടങ്ങി നമ്മൾ 3 കൂട്ടി വരികയാണെങ്കിൽ 2നോട് 3 കൂട്ടി 5 ആയി, 5നോട് 3 കൂട്ടി 8 ആയി, 8നോട് 3 കൂട്ടി 11 ആയി. ഇങ്ങനെ പോകുന്നതാണ് നമ്മളുടെ അരിത്മാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് അല്ലെ, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഇവന്മാരൊക്കെ എന്താണ്, അതിലെ പദങ്ങളാണ്, ടേംസ് ആണ്. നമ്മളുടെ ഇവിടെ എന്താണ്, 3 കൂടിയാണ് വരുന്നത് അല്ലെ. ഇവിടെ 3 കൂടി, പിന്നെയും 3 കൂടി, പിന്നെയും 3 കൂടി. ആ കൂടുന്ന ആ ഒരു നമ്പറില്ലേ, ആ നമ്പറിന് പറയുന്ന പേരാണ് എന്ത്, ആ നമ്പറിന്റെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം, അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, ഡി എന്നൊക്കെ പറയും അല്ലെ, ഡി എന്നൊക്കെ പറയും. ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നുണ്ട്. അതായത് ഇവിടെ നോക്കിയേ, ആദ്യത്തത് 12, 15 തന്നു, അടുത്ത 2 ടേം നമുക്ക് തന്നില്ല. എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, അടുത്തടുത്തുള്ള ടേം തന്നിട്ടുണ്ടോ എന്ന് എന്റെ മക്കൾ ഒന്ന് നോക്കുക. നോക്കിയേ, ഇവിടെ അടുത്തടുത്തുള്ള ഏതെങ്കിലും ടേം തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട് മിസ്സേ. 12 തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്. ഇവന്മാർ അടുത്തടുത്താണ്. അടുത്തടുത്താണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 12ഉം 15ഉം ഇതിന്റെ പൊതുവ്യത്യാസം എന്താണ്? 15ൽ നിന്ന് 12 കുറച്ച് നോക്കിയേ, എത്രയാ കിട്ടുക? 3 ആണ്. അതായത് ഇവിടെ 3 കൂടുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ അടുത്തതും എന്തായിരിക്കും? 3 കൂടുകയായിരിക്കും. മുന്നോട്ട് പോകുമ്പോ എന്താണ്, കൂടി 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 വരിക ചെയ്യാ അല്ലെ. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ 5-ന്ന് 6ലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി പഠിക്കാനുണ്ടായി, 6-ന്ന് 7ലേക്ക് പോയപ്പോൾ കുറച്ചുകൂടി പഠിക്കാനുണ്ടായി. അങ്ങനെ പഠിക്കുന്ന കൂടി കൂടി വരുന്ന പോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുക, കൂടി കൂടി വരികയാണ് ചെയ്യുക. അതായത് 12ലേക്ക് 15 പോയപ്പം 3 കൂടി. അങ്ങനെയെങ്കിൽ ഇനിയും 3 കൂടും, എത്രയാ? 18 വരും. അതിൽ നിന്ന് ഇനിയും 3 കൂടും, എന്താ വരിക? 18നോട് 3 കൂടി 21 ആയി അല്ലെ. ഇതാണ്. ദെൻ അടുത്ത നോക്കിയേ, ഇനിയും അടുത്തടുത്തുള്ള ടേം തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് അല്ലെ. 10ഉം 16ഉം അടുത്തടുത്തുള്ള ടേം തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എത്രയാടാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? 16ൽ നിന്ന് 10 കുറച്ച് നോക്കി, 6 ആണ് കിട്ടുക. അതായത് ഇവിടെ 10നോട് 6 കൂട്ടിയപ്പോഴാണ് എന്തായത്, നമുക്ക് 16 കിട്ടിയത്. നമുക്ക് ഏതൊക്കെ ടേമാ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? മുന്നേയുള്ള ടേമും ശേഷമുള്ള ഒരു ടേമും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ, മുന്നോട്ട് പോകുമ്പോൾ കൂടിക്കൂടി വരും, ബാക്കോട്ട് പോകുമ്പോൾ എന്താണ്, കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് എൻ്റെ മക്കൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം. അതായത് 16ൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, 6 കൂടും, പിന്നെ 6 കൂടും. 6 കൂടിയാൽ എത്രയാ ഉണ്ടാവുക? 6 കൂടിയാൽ 16നോട് 6 കൂടി, 16നോട് 4 കൂടിയാൽ 20, 20നോട് 2 കൂടിയാൽ 22 ഉണ്ടാവും അല്ലെ. 16നോട് 6 കൂടിയാൽ 22 ഉണ്ടാവും. ഇനി ബാക്കോട്ട് പോകുമ്പോൾ 6 കുറഞ്ഞാണ് വരിക. അതായത് 10ൽ നിന്ന് 6 കുറഞ്ഞാൽ എത്രയാ വരികടാ? 10ൽ നിന്ന് 6 കുറഞ്ഞാൽ 4 അല്ലെ. സിമ്പിൾ. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് 35, 40. നോക്ക്, അടുത്തടുത്തുള്ള 2 ടേം തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മളോട് ഇവനും ബാക്കോട്ടുള്ള ടേമാ കാണാൻ പറഞ്ഞത്. എങ്ങനെയാ കാണാ? നമുക്കറിയാം, ബാക്കോട്ട് വരുന്നതിന് അനുസരിച്ച് എന്താണ്, കുറഞ്ഞു 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 വരികയാണ് അല്ലേ ചെയ്യുക. അതായത് ഇവിടെ നോക്ക്, നോക്ക്, നമ്മൾ ഇവിടെ കോമൺ ഡിഫറൻസ് 40ൽ നിന്നും 35 പോയാൽ +5 ആണ് അല്ലേ വരിക. അപ്പൊ 5 കൂടി വരികയാണ് ചെയ്യുക മുന്നോട്ട് പോകുമ്പം. ബാക്കോട്ട് പോകുമ്പോൾ എന്താണ്, 5 കുറഞ്ഞു കുറഞ്ഞു വരിക. അതായത് 35ൽ നിന്നും 5 കുറഞ്ഞാൽ 30, 30ൽ നിന്നും 5 കുറഞ്ഞാൽ 25 അല്ലേ. സിമ്പിൾ അല്ലേ. അപ്പൊ ഇതാണ് മക്കളെ ഒന്നാമത്തെ ടൈപ്പ്. നമുക്ക് ഇതിൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ ടൈപ്പ് ഇവനാണ്. ഇനി മറക്കില്ലല്ലോ, മുന്നോട്ട് പോയാൽ കൂടി വരും, ബാക്കോട്ട് പോയാൽ കുറഞ്ഞു കുറഞ്ഞു വരും. അടുത്തടുത്തുള്ള ടേം അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. സിമ്പിൾ. ഇനി അടുത്ത ഒരു കാര്യം നോക്കിയേ, അടുത്തടുത്തുള്ള ടേം നമുക്ക് തന്നിട്ടില്ല. നോക്ക്, 10ഉം 40ഉം തന്നത്. അവൻ അടുത്തടുത്തുള്ള ടേം ആണോ? അല്ല അല്ലെ. 10ഉം 40ഉം എന്ന് പറയുന്ന അടുത്തടുത്തുള്ള ടേം അല്ല, ഒന്നിടവിട്ടുള്ള ടേമാണ്. ഒന്നിടവിട്ടുള്ള ടേമാണ്. അടുത്തടുത്തുള്ള ടേം നമുക്കറിയെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പുഷ്പം പോലെ നമ്മൾ ചെയ്യും. ഇവിടെ എന്താണ്, ഒന്നിടവിട്ടുള്ള ടേമാണ്. എങ്ങനെയാ ചെയ്യുക? ഒന്നിടവിട്ടുള്ള ടേമിൽ നടുവിലുള്ളവനെ കണ്ടുപിടിക്കൽ. പോയോ? നടുവിലുള്ളവനെ കണ്ടുപിടിക്കൽ വളരെ സിമ്പിളാണ്. എങ്ങനെയാ കണ്ടുപിടിക്കുക അറിയോ? സിമ്പിൾ. അതായത് ഈ
അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവനിലെ 4ഉം 10ഉം അവന്മാർ രണ്ടാളെയും കൂട്ടുക, എന്നിട്ട് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, 4ഉം 10ഉം കൂട്ടിയാല് 14. 14/2 എന്ന് പറയുമ്പോൾ 7. ഓക്കെ, 7 ആയിരിക്കും ഇവിടെ നടുവിലുള്ളവന്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒന്ന് തന്നു, 15 തന്നിട്ടുണ്ട്, അടുത്ത ടേം തന്നിട്ടില്ല, 15 തന്നു. അങ്ങനെയെങ്കിൽ ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ടേം സിമ്പിളാ കാണാന്. 15ഉം 5ഉം തമ്മിൽ കൂട്ടുക, ബൈ 2 ചെയ്യുക. 20/2 എത്രയായിരിക്കും? 10 ആയിരിക്കും ഈ ടേം. അപ്പൊ മറക്കില്ലല്ലോ, ഒന്നിടവിട്ട ടേം തന്നിട്ടുണ്ടെങ്കിൽ നടുവിലുള്ളവനെ കാണാൻ എന്താണ്? സിമ്പിൾ ആണ് അല്ലെ? സിമ്പിൾ ആണ്. അപ്പൊ 7 തന്നു, ഇനി സിമ്പിൾ അല്ലേ കാണാന്? ഇനി അടുത്തടുത്തുള്ള ടേം നമുക്കറിയാം, 4, 7, 10 അല്ലെ? 4നോട് എത്ര കൂടിയപ്പോഴാണ് 7 ആയത്? 4നോട് മിസ്സേ 4, 5, 6, 7 3 കൂടി. ഇനി ഇതിനോട് എത്ര കൂടി? 3 പിന്നെയും കൂടി. അപ്പൊ ഇനി എത്ര വരിക? ഇനിയും 3 കൂടിയാൽ 13 ആയിരിക്കും അടുത്ത ടേം. ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പൊ ഇതാണ് എന്ത്? നമ്മളുടെ അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആള് നോക്ക്, അടുത്ത ആളും ഇതുപോലെ തന്നെ ഉള്ളതാണ് അല്ലെ? അതായത് നോക്ക്, ഇവിടെ നോക്കിയേ, ഈ ടേമും തന്നിട്ടുണ്ട് അല്ലെ? നടുവിലുള്ളവനെ നമുക്ക് കണ്ടൂടെ? ഒന്നിടവിട്ടുള്ള ടേം തന്നിട്ടുണ്ടെങ്കിൽ നടുവിലുള്ളവനെ നമുക്ക് കാണാൻ എന്തോ പണിയുണ്ടോ? ഇല്ല അല്ലെ? 11ഉം 23ഉം തന്നിട്ടുണ്ട്. നടുവിലുള്ളവൻ ആരായിരിക്കും? 11 + 23/2 ആയിരിക്കും. 11ഉം 23ഉം കൂട്ടിയാൽ 34 അല്ലെ? 1ഉം 2ഉം 3 ആണ്, 1ഉം 3ഉം 4 ആണ്. 34/2. 30ന്റെ പകുതി 15 ആണ്, 4ന്റെ പകുതി 2 ആണ്. അപ്പൊ 17. യെസ്, 17 ആയിരിക്കും. അതായത് ഇവന്മാരുടെ ഇടയിലുള്ളവൻ ആരാണ്? 17 ആണ്. ഇനി സിമ്പിൾ ആയില്ലേ? അടുത്തടുത്തുള്ള ടേമുകൾ നമ്മളെ കയ്യിലുണ്ട് അല്ലെ? 11നോട് എത്ര കൂട്ടിയപ്പോ 7 ആയത്? 6 കൂട്ടിയപ്പോഴാണ്. 17നോട് എത്ര കൂട്ടിയപ്പോഴാണ്? 6 കൂട്ടിയതാണ്. മുന്നോട്ട് പോകുമ്പോൾ 6 കൂടി വരുന്നു. അങ്ങനെയെങ്കിൽ ബാക്കോട്ട് പോകുമ്പോൾ എന്താ ചെയ്യാ? 6 കുറഞ്ഞു വരും അല്ലെ? 6 കുറഞ്ഞു വരും. 11ൽ നിന്നും 6 പോയാൽ എത്രയാടാ ഉണ്ടാവുക? 5 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് നോക്കിയേ, നമ്മൾ 2 ടൈപ്പ് പഠിച്ചു. ഏതൊക്കെ ടൈപ്പാ പഠിച്ചത്? ഒന്നെന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ടേമുകൾ തന്നാൽ എങ്ങനെയാ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ ഒന്നിടവിട്ടുള്ള ടേം തന്നാൽ ഈ മധ്യപദം, നടുവിലുള്ള പദം എങ്ങനെയാ കണ്ടുപിടിക്കുക, മിഡ് ടേം എങ്ങനെയാ കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു ഇല്ലേ? നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ആളെ നോക്കിയേ, അടുത്ത ആള് അടുത്തടുത്തുള്ളവനെയും തന്നിട്ടില്ല, ഒന്നിടവിട്ടുള്ളതും തന്നിട്ടില്ല. വളരെ കഷ്ടം അല്ലെ? നോക്കിയേ, ഒന്നാമത്തെ പദം ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് അല്ലെ? സെക്കൻഡ് തന്നിട്ടില്ല, തേർഡ് തന്നിട്ടില്ല, പിന്നെ ഫോർത്താ തന്നു. വളരെ കഷ്ടം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നടുവിലുള്ളവന്മാരെ കണ്ടുപിടിക്കാൻ. എങ്ങനെയാടാ കണ്ടുപിടിക്കുക? ഒരു വഴിയുണ്ട്. അതായത് നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കൂലേ? പൊതുവ്യത്യാസം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്കറിയാം മുന്നോട്ട് പോകുമ്പോൾ എന്താണ്? കൂടി വരും, ബാക്കോട്ട് വരുന്ന സമയത്ത് കുറഞ്ഞു വരും അല്ലെ? കൂടി നമ്മുടെ പൊതുവ്യത്യാസം മുന്നോട്ട് പോകുമ്പോൾ കൂടി വരും, ബാക്കോട്ട് പോകുമ്പോൾ എന്താണ്? കുറഞ്ഞു വരും. യെസ്, അങ്ങനെയെങ്കിൽ നോക്ക്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ മിസ് ഒരു ഐഡിയ പറഞ്ഞിട്ടെ. അതായത് നിങ്ങൾക്ക് അടുത്തടുത്തുള്ള ടേമോ അല്ല, ഒന്നിടവിട്ടുള്ള ടേമോ അല്ല തന്നത് എങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ മാർഗം എന്ന് പറയുന്നത് നോക്ക്, ഇവനെയാണ് നമുക്ക് തന്നത്. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ 11ൽ നിന്ന്, ഫോർത്ത് ടേമിൽ നിന്ന് നമുക്ക് പുറത്തള്ളിക്കാം. 11ൽ നിന്ന് മിസ് എന്ത് കുറയ്ക്കുന്നു? 2 കുറയ്ക്കുന്നു. 2 അല്ലേ ഫസ്റ്റ് ടേം കുറച്ചു. ബൈ 11 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേമാണ്? ഫോർത്ത് ടേം ആണ് അല്ലെ? 2 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേമാണ്? ഫസ്റ്റ് ടേം ആണ്. അപ്പൊ 4ൽ നിന്നും 1 കുറയ്ക്കുന്നു. 11 - 2 അതായത് 4ാമത്തെ പദം മൈനസ് 1ാമത്തെ പദം ഡിവൈഡഡ് ബൈ 4 - 1. 11 4ാമത്തെ പദം ആയതുകൊണ്ട് 4 എഴുതി, 2 1ാമത്തെ പദം ആയതുകൊണ്ട് 1 എഴുതി, അത് കുറച്ചു. 11ൽ നിന്നും 2 പോയാൽ എത്രയാ? 9 ആണ്. 4ൽ നിന്നും 1 പോയാൽ 3 ആണ്. 9/3 എന്ന് പറയുമ്പോൾ 3 ആണ് ആള്. അപ്പൊ എന്താണ് നമ്മളുടെ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഇവിടെ ആരാണ്? 3 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം. ഓക്കെ, പൊതുവ്യത്യാസം 3 ആണ്. സിമ്പിൾ. ഇനി നോക്കിയടാ, ഇനി നമുക്ക് സിമ്പിളായിട്ട് കണ്ടൂടെ? ഇനി എങ്ങനെയാ കാണുക? 2 ആണെങ്കിൽ അടുത്ത പദം എന്തായിരിക്കും? അതിനോട് 3 കൂടിയ 5 ആയിരിക്കും. അതിനോട് കൂടിയ 8 ആയിരിക്കും അടുത്തത്. 8 കഴിഞ്ഞാൽ 8നോട് 3 കൂടിയ 11 ആയിരിക്കും. സിമ്പിൾ. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ സിമ്പിളായിട്ട് അരിത്തമാറ്റിക് സീക്വൻസിലെ 2 ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോടാ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോ. അവരൊക്കെ ഒന്നും അറിയില്ല, അരിത്തമാറ്റിക് സീക്വൻസ് ഞാൻ ഒഴിവാക്കി വിട്ടതാ, അടുത്ത ചാപ്റ്റർ മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അങ്ങനെയെങ്കിൽ മിസ് ഒരൊറ്റ ഹോംവർക്ക് നിങ്ങൾക്ക് തരാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയാണ് തേർഡ് ടേം എന്ന് പറയുന്നത് ഒരു 3 ആണ്. അങ്ങനെയെങ്കിൽ ഒരു 9th ടേം എന്ന് പറയുന്നത് ഒരു 15 ആണ്. ഓക്കെ, 15 ആണ്. അങ്ങനെയെങ്കിൽ എടാ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മക്കൾ മറക്കണ്ട, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ ഓടിപ്പോയിട്ട് എന്ത് ചെയ്തോ, ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ ക്ലാസ് ഏതാന്നുള്ളത്, ക്ലാസ് 10 ആണ് എന്നുള്ളത് ഒന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള, നമ്മൾ എക്സാംസ് ഒക്കെ വരികയാണ്, മിഡ് ടേം ഉണ്ട്, നമ്മളുടെ ഓൺ എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോ ഏതാ ക്ലാസ് എന്നുള്ളത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ദെൻ ബൈ.